13 ദിവസം നീളുന്ന പുസ്തകമേളയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 350-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ അക്കാദമിക് മേഖലയിലെ പുസ്തകങ്ങളോടൊപ്പം ചരിത്രം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. ദിവസം നീണ്ടു നിൽക്കുന്ന DC അന്താരാഷ്ട്ര പുസ്തകമേളയിലും സാംസ്കാരികോത്സവത്തിലും കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ, മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, ജ്ഞാനപീഠം ജേതാവ് ശ്രീ ONV കുറുപ്പ്, കവയത്രി സുഗതകുമാരി, ഡോക്ടർ D ബാബു പോൾ, അടൂർ ഗോപാലകൃഷ്ണൻ, ഋഷിരാജ് സിംഗ് IPS, പ്രിയദർശൻ, മേനക സുരേഷ് കുമാർ, മഞ്ജു വാര്യർ, സിബി മലയിൽ, ഭാഗ്യലക്ഷ്മി, ആനന്ദ്, കാവാലം നാരായണ പണിക്കർ, നെടുമുടി വേണു, മധു, പെരുമ്പടവം ശ്രീധരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ബെന്യാമിൻ, മണിയൻപിള്ള രാജു, ശ്രീകുമാരൻ തമ്പി, ജോർജ് ഓണക്കൂർ, റോസ്മേരി, ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലും സാംസ്കാരിക സായാഹ്നത്തിലും പങ്കുചേരുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം.
കലാകാരനായ ശ്രീ മധു, ശ്രീ നെടുമുടി വേണു, സാഹിത്യ അക്കാദമി പ്രസിഡന്റും നോവലിസ്റ്റുമായ ശ്രീ പെരുമ്പടവം ശ്രീധരൻ, കവിയും നാടകകൃത്തുമായ ശ്രീ കാവാലം നാരായണ പണിക്കർ, RCC സ്ഥാപകനായ ഡോക്ടർ M കൃഷ്ണൻ നായർ, വിവർത്തകയും അധ്യാപികയുമായ പ്രൊഫസർ ജോളി വർഗീസ്, കവി ശ്രീ കിളിമാനൂർ മധു, സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ ശ്രീ GR ഇന്ദുഗോപൻ, ശ്രീ CP നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി DC ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ ശ്രീ AV ശ്രീകുമാറിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിൻ്റെയും 6ാം ദിവസമാണ് ഇന്ന് കാവാലം നാരായണ പണിക്കരുടെ മുഴുവൻ നാടകങ്ങളുടെയും സമാഹാരം കാവാലം നാടകങ്ങൾ എന്ന പുസ്തകം, ഡോക്ടർ M കൃഷ്ണൻ നായരുടെ ഞാനും RCCയും എന്ന പുസ്തകം ആത്മകഥ, വിദേശ സാഹിത്യ വിവർത്തനങ്ങളായ ഓർഹൻ പാമുക്കിൻ്റെ 2 പുസ്തകങ്ങൾ, നിറഭേദങ്ങൾ, നോവലിസ്റ്റിൻ്റെ കല എന്നീ 2 പുസ്തകങ്ങൾ, ഷുസെ സരമാഗുവിൻ്റെ ആനയുടെ സവാരി, ഇന്ത്യൻ സാഹിത്യ വിവർത്തനങ്ങളായ ശങ്കർ രചിച്ച അറിയപ്പെടാത്ത വിവേകാനന്ദൻ, മനു ജോസഫിൻ്റെ സീരിയസ് മാൻ, അഞ്ജലി ജോസഫിൻ്റെ സരസ്വതി പാർക്ക്, ജയശ്രീ മിശ്രയുടെ രഹസ്യങ്ങളും നുണകളും എന്നീ കൃതികളുടെയും പ്രകാശനമാണ്. പ്രകാശന ചടങ്ങിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും പ്രശസ്ത സാഹിത്യകാരനുമായ പെരുമ്പടവം ശ്രീധരനാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. കാവാലം നാടകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത നടനായ മധുവാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് പ്രശസ്ത നടൻ നെടുമുടി വേണു. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. പുസ്തക രചയിതാക്കളായ കാവാലം നാരായണ പണിക്കരും ഡോക്ടർ M കൃഷ്ണൻ നായരും വേദിയിലുണ്ട്. ഇരുവരെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അതിഥി കൂടിയുണ്ട്, ശ്രീ CP നായർ. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. പ്രശസ്ത കവി കിളിമാനൂർ മധു സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ജോളി വർഗീസ് ടീച്ചർ ഞങ്ങളുടെ ഏറെ പുസ്തകങ്ങളുടെ വിവർത്തക കൂടിയാണ്. ടീച്ചറെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ശ്രീ GR ഇന്ദുഗോപൻ ഞങ്ങളുടെ DC ബുക്സിൻ്റെ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. ചടങ്ങിനായി എത്തിച്ചേർന്ന സഹൃദയായ വായനക്കാർ, സുഹൃത്തുക്കൾ, ഡോക്ടറുടെയും കാവാലം സാറിൻ്റെയും എല്ലാം സുഹൃത്തുക്കൾ, എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ ശ്രീ പെരുമ്പടവം ശ്രീധരനാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു.
അഭിനന്ദനായ ശ്രീ കാവാലം നാരായണ പണിക്കർ, ശ്രീ മധു സാർ, ശ്രീ നെടുമുടി വേണു, ഡോക്ടർ കൃഷ്ണ സാർ, ശ്രീ സി പി നായർ സാർ, പ്രിയപ്പെട്ട ശ്രീ കുണ്ടുഗോപൻ, ശ്രീ തിരുമാനൂർ മധു, ശ്രീമതി ജോർജ് അവരെ ഈ യോഗത്തിന് സ്വാഗതവും ആശംസിച്ച BC ബുക്സിൻ്റെ ശ്രീ AV ശ്രീകുമാർ, സദസ്സിലെ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമസ്കാരം എല്ലാവർക്കും. BC ബുക്സിൻ്റെ 18ാമത് അന്തർദേശീയ പുസ്തകോത്സവത്തിൻ്റെ 6ാമത് ദിവസമാണ് ഇത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവനന്തപുരത്ത് സാധാരണ നടന്നു വരാറുള്ള മറ്റു ഉത്സവങ്ങൾ പോലെ തന്നെ ഈ പുസ്തകോത്സവവും നടന്നു വരികയാണ്. ഉത്സവങ്ങൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ അവസരങ്ങളാണ്. അത് ഏറെ അർത്ഥവത്തായി തീരുന്നത് പുസ്തകോത്സവത്തിൻ്റെ നാളുകളിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അകമ്പുറങ്ങളെ മുഴുവൻ ആഹ്ലാദഭരിതമാക്കി തീർക്കുന്ന ഒരു ഉത്സവമാണ് ഇത്. വലിയ മനുഷ്യരുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ ചരിത്രത്തിൻ്റെ നിത്യസ്മാരകങ്ങളായി തീരുന്നു എന്ന് സങ്കല്പിക്കാവുന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ ഒരു കാലത്ത് സ്വാധീനിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു PC കിഴക്കേമുറി എന്ന് നമുക്കൊക്കെയും അറിയാം. സ്വാതന്ത്ര്യ സമര സേനാനി, എഴുത്തുകാരൻ, പ്രസാധകൻ, സഹകാരി എന്നീ വിവിധ നിലകളിൽ മലയാളികളുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുകയും ആകർഷിക്കുകയും ചെയ്ത ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു PC-യുടെ ജന്മശതാബ്ദി വർഷമാണ് ഇത്. അദ്ദേഹമാണ് ഈ പുസ്തകോത്സവങ്ങൾ സ്വപ്നം കണ്ടത്. ആളുകളെ വായനയിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ സാഹിത്യത്തിലും കലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ സംഭവവികാസങ്ങളുമായി നമ്മുടെ ആളുകളെ പങ്കുകൊള്ളിക്കുക എന്നുള്ള മഹത്തായ ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതൊന്നും ആരെയും പറഞ്ഞറിയിക്കേണ്ടതായിട്ടില്ല. മലയാളികൾക്കൊക്കെയും അറിയാവുന്ന വസ്തുതകളാണ് ഇത്. ആ മഹാനുഭാവന്റെ ഒരു സ്വപ്നത്തിൻ്റെ കണലിലാണ് നമ്മളിപ്പോൾ ഈ സായാഹ്നത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്നത് ചില പുസ്തകങ്ങളുടെ പ്രകാശനങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു വേദിയാണ് ഇവിടെയുള്ളത്. നാരായണ പണിക്കർ സാറും മധു കൃഷ്ണനായ സാറും കൃഷ്ണനായ സാറും നമ്മുടെ പ്രിയങ്കരനായ നടൻ നെടുമുടി വേണുവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മഹത്തായ സദസ്സ് വേദിയുണ്ട് ഇവിടെ. അവർക്കൊക്കെയും സംസാരിക്കാനും ഉണ്ട്. ഈ പുസ്തകോത്സവത്തിൽ അവർ വന്നെത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായ അഭിമാനകരമായ ഒരു വസ്തുതയാണ്, ഒരു കാര്യമാണ്. ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന കൃതികൾ നമ്മുടെ സാഹിത്യ സാംസ്കാരിക ജീവിതത്തിലും അനുഭവ മണ്ഡലങ്ങളിലും
കൂടുതൽ പ്രകാശം പരത്തുവാൻ ഉതകുന്ന പുസ്തകങ്ങളാണ്. കാവാലം സാറിൻ്റെ നാടകങ്ങൾ ഇന്നിവിടെ മധുസാറ് പ്രകാശനം ചെയ്യുന്നു. ശ്രീ നെടുമുടി വേണു അത് ഏറ്റുവാങ്ങുന്നു. ഇത് ഒരു ചെറിയ ഒരു പുസ്തക പ്രകാശനം ആയി കാണാൻ എനിക്ക് കഴിയുന്നില്ല. നമ്മുടെ സുദീർഘമായ നാടക പാരമ്പര്യത്തിൻ്റെ ചരിത്രത്തിൽ കാവാലം നാരായണ പണിക്കർ എന്ന പേര് നമ്മൾ അഭിമാനപൂർവ്വം ഓർമ്മിക്കുന്ന ഒന്നാണ്. നാടകത്തിന് പുതിയ രംഗപ്രയോഗ മാതൃകകൾ അതിൻ്റെ ഭാരതീയ നാടകത്തിന് മഹത്തായ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ആവിഷ്കരിച്ചത് മലയാളം മുഴുവൻ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഏറ്റുവാങ്ങിയത്. ഇന്ത്യൻ നാടകകലയുടെ ആചാര്യന്മാരിൽ ഒരാളായി ഇന്ന് കാവാലം നാരായണ പണിക്കർ സാർ ശ്ലാഘിക്കപ്പെടുന്നു. ഓരോ മലയാളിക്കും അഭിമാനകരമായ ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ നാടകാവബോധത്തെ കൂടുതൽ സംസ്കരിക്കുകയും നവീകരിക്കുകയും നമുക്ക് അതിൻ്റെ ഭാവവൃത്തങ്ങൾ ഉൾക്കൊള്ളുവാൻ പാകത്തിൽ അതിൻ്റെ രംഗമാതൃകകൾ കാണിച്ചു തരികയും ചെയ്യുന്ന പ്രതിഭാശാലിയായ മഹാനായ നാരായണ പണിക്കർ സാറിൻ്റെ കൃതികൾ ഭാഷ വിശേഷിച്ച് നമ്മുടെ നാടക സാഹിത്യത്തിനും അമൂല്യമായ ഒരു സമ്പത്താണ്. അത് ഏറ്റുവാങ്ങുന്നത്, അത് പ്രകാശനം ചെയ്ത പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിലെ മഹാനടൻ നമ്മളൊക്കെ അഭിമാനപൂർവ്വം അഹങ്കാരപൂർവ്വം ഓർമ്മിക്കുന്ന മധു സാറാണ്. മധു സാറ് മലയാളത്തിൻ്റെ നടൻ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ അതിപ്രശസ്തരായ അതിപ്രതിഭാശാലികളായ നടന്മാരിൽ ഒരാളാണ്. ഇന്ത്യൻ രംഗവേദിയിൽ അത് സിനിമയിലായാലും നാടകത്തിൽ നിന്നാണ് അദ്ദേഹം പോയത്. ഇന്ത്യൻ സിനിമയിലെ ഒരു വലിയ പ്രതിഭയാണ് അദ്ദേഹം. ഒരു മഹാനടൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ്റും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തത് മലയാളികൾ അഭിമാനപൂർവ്വം രോമാഞ്ചത്തോടുകൂടി ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. മത്സാറാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അത് ഏറ്റുവാങ്ങുന്നത് ശ്രീ നെടുമുടി വേണുവാണ്. അനേകം മുഖങ്ങളുള്ള ഒരു നടൻ എന്നൊക്കെ വിവിധ വൈചിത്രമേറിയ കഥാപാത്രങ്ങളെ വളരെ രസകരമായി വളരെ ആഴമേറിയ മാനങ്ങളിൽ ആവിഷ്കരിക്കുകയും മലയാളികൾ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ വേണു ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ഈ ചടങ്ങിൻ്റെ ഒരു ആകർഷകത്വം കൂടുതലാക്കി തീർക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നാടകങ്ങൾ ഇപ്പോൾ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള നാടകങ്ങളാണ്, നമ്മൾ കണ്ടിട്ടുള്ള നാടകങ്ങളാണ്. പക്ഷേ അത് DC ബുക്സ് ഒന്നായി പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് വരുന്നത് പോലെയല്ല, നമ്മുടെ നാടക സാഹിത്യത്തിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു പരിവർത്തനത്തെ, പാരമ്പര്യത്തെ, മഹത്തായ ഒരു പാരമ്പര്യത്തെ അത് ഓർഗൻ തോമസിന്റെ കൃതികളായ നിറഭേദങ്ങൾ, നോവലിസ്റ്റിന്റെ കല എന്നിവയും ഷുസി സരമാവിന്റെ ആനയുടെ സവാരി എന്ന കൃതിയുമാണ്. പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത് ശ്രീ പെരുമ്പടവം ശ്രീധരൻ, ഏറ്റുവാങ്ങുന്നത് ശ്രീ GR ഇന്ദുഭൂപൻ. ഇന്ത്യൻ സാഹിത്യ വിവർത്തന കൃതികളുടെ പ്രകാശനമാണ് അടുത്തത്. ശങ്കർ രചിച്ച അറിയപ്പെടാത്ത വിവേകാനന്ദൻ, മനു ജോസഫിന്റെ സീരിയസ് മാൻ, അഞ്ജലി ജോസഫിന്റെ സരസ്വതി പാർക്ക്, ജയശ്രീ മിശ്രയുടെ രഹസ്യങ്ങളും നുണകളും എന്നിവയാണ് പുസ്തകങ്ങൾ. പ്രകാശനം ചെയ്യുന്നത് ശ്രീ കിളിമാനൂർ മധു, ഏറ്റുവാങ്ങുന്നത് പ്രൊഫസർ ജോളി വർഗീസ്.
പ്രഭാഷണങ്ങളാണ്. പ്രഭാഷണത്തിനായി ആദ്യം ശ്രീ മധുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദി അലങ്കരിക്കുന്ന സമൂഹിതരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എന്നെ മുൻപിരിക്കുന്ന സഹോദരികളെ, സഹോദരന്മാരെ, സാഹിത്യത്തിൻ്റെ ഈ സദസ്സുകളിൽ പ്രഭാഷണം നടത്താനുള്ള കഴിവോ അറിവോ എനിക്കില്ല. ഒന്നറിയാം, പുസ്തകം മനുഷ്യനെ വലിയവനാക്കുന്നു, നല്ലവനാക്കുന്നു, എല്ലാ രീതിയിലും തന്നെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയും പറയും. അതെന്നാണ് കുറഞ്ഞിട്ടുള്ളത്, അതിൻ്റേതായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സാഹിത്യത്തിൽ സംഭവിക്കുമെന്ന് പറയുന്നില്ല. ഞാൻ സിനിമാക്കാരനാണ്. സാഹിത്യവും സിനിമയും തമ്മിലുള്ള ബന്ധം എന്നാണോ സാഹിത്യം സിനിമയുടെ പുറകെ ഇല്ലാതെ പോയത്, അതുകൊണ്ട് സിനിമകൾ ധാരാളം പുറത്തു വന്നിട്ടുണ്ട്. സിനിമകൾ തിയേറ്ററിൽ കളക്ട് ചെയ്ത് അല്ലാത്തതായിട്ട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന കൃതികൾ, ആ കൃതികൾ സിനിമയാക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് സെലക്ട് ചെയ്യുകയും ഡയറക്ടേഴ്സ് അതിനെ സിനിമയാക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിലുള്ള സിനിമകൾ, ആ സിനിമകളിൽ നിന്ന് ഓർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് എല്ലാവരും പറയുന്നുണ്ട് പഴയ സിനിമ അത്രയും നല്ലതല്ല എന്ന് പറയാൻ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാഹിത്യത്തിൻ്റെ ബാക്കിംഗ് സിനിമയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് വലിയ ദുഃഖം ഉള്ള കാര്യമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ എന്താ പറയാൻ വലിയ തൃപ്തിയും ആനന്ദമുണ്ട്. ഈ നോവലുകൾ സിനിമയായിക്കൊണ്ടുവന്ന കാലഘട്ടത്തിലാണ് എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയത്. അപ്പോൾ കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചു. ആ കഥാപാത്രങ്ങൾ ഇന്നും ജനങ്ങൾ ഓർക്കുന്നു. ആ ചിത്രങ്ങൾ പലരും പറയാറുണ്ട്, വീണ്ടും ജീവിതത്തിൽ കാണുമ്പോൾ ഇന്നുള്ള പുതിയ പടങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ സന്തോഷമാണ്. അത് മാത്രമല്ല, സിനിമയ്ക്കൊരു വിലയുണ്ട്. ഇന്നിപ്പോൾ സാഹിത്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തല്ല സിനിമ മുമ്പോട്ട് പോകുന്നത്. അത് കാരണം വാല്യൂ എന്ന് പറയുന്ന കാര്യം, വില വളരെ വളരെ കുറേ ഇൻഫർമേഷൻ കൊടുത്തതല്ലാതെ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് അഭിമാനപൂർവ്വം നമുക്ക് പുറത്ത് കാണിക്കാൻ സാധിക്കുന്ന സിനിമകൾ വളരെ വിരളമായിട്ടാണ് വരുന്നത്. അതിന് കാരണം സിനിമ എടുക്കത്തക്കോന്നുള്ള നല്ല നാടകങ്ങൾ, നല്ല നോവലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല. ഒരു പക്ഷേ ഇതൊരു വേവായിരിക്കണം. അത് താഴോട്ട് പോയി പൊങ്ങി വരുമായിരിക്കാം. അടുത്ത വേവ് പൊക്കത്തിലായിരിക്കാം. എന്നാണോ നല്ല കൃതികൾ മലയാളത്തിൽ ഉണ്ടാകുന്നത്, അന്ന് മലയാള സിനിമയും നിശ്ചയമായിട്ട് ഇന്നുള്ള സ്റ്റാൻഡേർഡിനെക്കാളും വളരെ വളരെ കൂടിയിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ തെന്നിന്ത്യൻ സിനിമക്കാർ മാത്രമല്ല, ഈവൻ ബോംബെക്കാരുമല്ല, ബംഗാളികളുള്ള മലയാള സിനിമയെ ആദരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നല്ല സിനിമ മലയാളത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യ മുഴുവൻ. ഇന്നത് മാറി, സത്യത്തിൽ നിന്ന് മാറി. ഇന്ന് ആ സ്ഥാനത്ത് നിന്ന് നാം താഴെ വന്നു. അതിന് പ്രധാന കാരണം ഈ സാഹിത്യത്തിൽ നിന്നുള്ള സഹായം സിനിമയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വളരെ സന്തോഷമുള്ള കൃഷ്ണനായ സാറിൻ്റെ, ഡോക്ടർ കൃഷ്ണനായുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിക്കുന്നുണ്ടാണ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നാം ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ ഡോക്ടേഴ്സിൻ്റെ, എഞ്ചിനീയറിൻ്റെ, അങ്ങനെ ഓരോ സാഹിത്യകാരന്മാർ, ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ പലരുടെയും പ്രവൃത്തി നമ്മൾ കാണുന്ന ഒരു സഹായം നമ്മൾ തേടുന്നു. ഒരുപാട് ഹാപ്പനിങ് അതിൻ്റെ അകത്തോട് എത്തി നോക്കാനുള്ള അവസരം നമുക്ക് കിട്ടുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ കൃഷ്ണനാരെ പോലെ ഇതുപോലെ തന്നെ ഓരോ വിഷയത്തിലും ഓരോ കാര്യത്തിലും പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ഇതുപോലെ പുസ്തകം എഴുതി. ഞാൻ വായിച്ചിട്ടുള്ള ഏതോ പുസ്തകം ബുക്കിനെ കുറിക്കാൻ വേണ്ടി പറയുന്നില്ല. പ്രകാശനം എന്താണെന്ന് മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വായിക്കാനൊരു അവസരം കിട്ടുകയും അത് പ്രകാശനം ചെയ്യാൻ സാധിച്ച് സന്തോഷിക്കുന്നു. ഇതുപോലെ എല്ലാ പ്രമുഖന്മാരും മറ്റ് സാഹിത്യത്തിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന, മറ്റു രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ അനുഭവങ്ങൾ ഒന്ന് എഴുതിയിട്ട് ജനങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ അറിവ് വളരെ വളരെയധികം വർദ്ധിക്കും. നിശ്ചയമായിട്ടും അതോടുകൂടി തന്നെ നമ്മുടെ കഴിവും വർദ്ധിക്കും. എന്താണ് നാം ചെയ്യുന്നത്? നാം പലരും ഒന്നും അറിയാതെ, ഒന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്നത്. തരുന്നത് കഴിക്കുക, തരുന്നത് കേൾക്കുക, തരുന്നത് അനുസരിക്കുക, അല്ലെങ്കിൽ നിരസിക്കുക. ഇതല്ലാതെ ശരിക്കും ഒന്നും അറിഞ്ഞിട്ട് നാം ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും സയൻറ്റിസ്റ്റും ബാക്കിയുള്ള ആൾക്കാരും ഈ സാഹിത്യകാരന്മാരെ പോലും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർ ധാരാളം ചെയ്യുന്നുണ്ട്. ഇത് അധികം നമുക്ക് കണ്ട് നമുക്ക് പോകോടായിട്ട് കിട്ടിയ
കിട്ടിയിട്ടുള്ളത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കയ്യിൽ നിന്നാണ്. അന്ന് അന്നത്തെ കാലത്തുള്ള എല്ലാ രാഷ്ട്രീയ മഹാത്മാഗാന്ധി ആയിക്കോട്ടെ, നെഹ്റു ആയിക്കോട്ടെ, താഴെയുള്ള ആളുകളായിക്കോട്ടെ, അവർ രാജ്യം ഭരിക്കുന്നതിനോടൊപ്പം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൊടുന്നതിനോടൊപ്പം അവർ എഴുതിയിരുന്നത് ഇന്നും നമുക്കറിയാം എന്നാണ് സംഭവിച്ചത് അതൊക്കെ വായിക്കുമ്പോൾ. പക്ഷേ ഇത് നമുക്ക് ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ നിന്നോ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നോ എഞ്ചിനീയേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇത് അതിൻ്റെ ആദ്യത്തെ പഴയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു പക്ഷേ ബാക്കി എഞ്ചിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും അതുപോലെ ആ തരത്തിലുള്ള പ്രഗത്ഭന്മാരെയൊക്കെ തന്നെ കൂടുതൽ എഴുതാനും നമ്മളെ കൂടുതൽ അറിവുള്ളവരാക്കി മാറ്റാനും ഉള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആകും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പ്രഭാഷണത്തിന് ഞാൻ മുന്നിൽ നില്ലാക്കാനുള്ള കഴിവില്ല, പ്രസംഗിക്കാൻ അറിയില്ല. എന്ത് പ്രസംഗിക്കാൻ, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ സാഹിത്യം. പണ്ട് ചെറുപ്പത്തിലേ തന്നെ ഈ പാഠപുസ്തകത്തിൻ്റെ അടിയിൽ പല നോവലോ നാടകമോ വെച്ച് വായിക്കാൻ ധാരാളം തല്ല് കൊടുക്കുന്നതാണ് ഞാൻ പഠിക്കുന്ന കാലത്ത്. ഈ കെമിസ്ട്രി പുസ്തകത്തിൻ്റെ അടിയിലായി ഒരു നോവൽ വെച്ച് വായിക്കുക, അത് അച്ഛനും ആരെങ്കിലും കണ്ടുപിടിക്കും, തല്ല ഉറപ്പാണ്. അങ്ങനെ കുറേ വായിക്കുന്നതിൻ്റെ പ്രയോജനം ഞാനിന്ന് അനുഭവിച്ചു. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ വായിക്കാനുള്ള അവസരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എത്ര മാർക്ക്, എത്ര റാങ്ക് എന്നുള്ളതല്ല, നീ എന്ത് വായിച്ച് പഠിക്കുന്ന പുസ്തകത്തോട് പറയട്ടെ പാരൻസ് ചോദിക്കാറില്ല. അപ്പോൾ DC ബുക്സ് ചെയ്യുന്നത് വലിയൊരു സേവനമാണ്. സാഹിത്യത്തിൽ നിന്നല്ല, ജനങ്ങൾക്ക് തന്നെ വലിയൊരു സേവനമാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമില്ല എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്നേഹം പ്രകടിപ്പിച്ചാൽ, സ്നേഹം അടുത്തോട്ട് കൊണ്ടുചെന്നാൽ, സ്നേഹം കൈമാറിയാൽ അതിൽ നിന്നുണ്ടാകുന്ന സുഖം സ്നേഹം നമ്മൾ മനസ്സിൽ വെച്ച് കിട്ടിയിട്ടില്ല. അത് ഉച്ചാരണം മാത്രമേ പുസ്തകം വെച്ചുകൊണ്ടിരുന്നാൽ അല്ല. ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളിലേക്ക് അട്രാക്ഷൻ വരുന്ന സ്ഥലത്താണ് ശ്രദ്ധ പോവുക. DC ബുക്സ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർക്കാൻ വേണ്ടി പറയില്ല, ഇന്നിപ്പോൾ മലയാള സാഹിത്യത്തിന് സാഹിത്യകാരന്മാരെയും സാഹിത്യത്തിനൊക്കെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് DC ബുക്സിന് തന്നെയാണ്. വളരെയധികം മലയാള സാഹിത്യവും മലയാള സാഹിത്യകാരന്മാരും നമ്മൾ വായനക്കാരൻ DC ബുക്സിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. വളരെ ബഹുമാനത്തോടെ ആദരവോടെ സ്നേഹത്തോടെ ഞാൻ DC ബുക്സിനെ കാണുന്നു. അതിൻ്റെ പ്രവർത്തകരെ സംസാരിക്കുവാൻ ധാരാളം ആളുകളുണ്ട്. ഇതേ എനിക്ക് പറയാനുള്ളൂ. കുട്ടികൾ ധാരാളം വായിക്കുക, വളർന്നു വരുന്നവരും മുതിർന്നവരും ധാരാളം വായിക്കുക. പിന്നെ അല്പം സ്വാർത്ഥത്തോട് പറയുന്നു, ഞങ്ങൾക്ക് മലയാള സിനിമയ്ക്ക് ധാരാളം നോവലുകൾ ആവശ്യമുണ്ട്, ധാരാളം കഥകൾ ആവശ്യമുണ്ട്. ആ കഥകൾ തരാൻ സാഹിത്യകാരന്മാർ ശ്രമിക്കുക, അതിലേക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷ്ണനായർ സാർ, ഞാനിവിടെ വരാൻ സത്യത്തിൽ കാരണം കൃഷ്ണനായർ സാറാണ്, ഡോക്ടർ കൃഷ്ണനായർ. അദ്ദേഹം നിർബന്ധിച്ച് പറഞ്ഞു, അദ്ദേഹത്തിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഡോക്ടർ ഇനിയും എഴുതിട്ട് മറ്റ് ഡോക്ടേഴ്സിന് ഇത് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ എഴുതുന്നു. നന്ദി, നമസ്കാരം. പ്രഭാഷണത്തിനായി ശ്രീ നെടുമുടി വേണുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, ഈ രംഗവേദി അലങ്കരിക്കുന്ന മഹത്തുക്കളെ, ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, പ്രഭാഷണം എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. പ്രഭാഷണം പലപ്പോഴും പണ്ഡിതോചിതമായ ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്, പ്രത്യേകിച്ചും സിനിമയിൽ വന്നതിന് ശേഷം. ഇതിൽ പല ചടങ്ങുകളും ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ പ്രേരിപ്പിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ചടങ്ങുകൾ വളരെ കുറവാണ്. പക്ഷെ അങ്ങനെയുള്ള ഞാൻ ഉണ്ടാവണം, ഇത് ഒരു ഭാഗ്യമാണ്. ഇവിടെ ഇത്രയും സ്ഥിതപ്രജ്ഞരായ ആളുകളുടെ മുമ്പിൽ ഇങ്ങനൊരു വേദിയിലിരിക്കുക, ഇത്രയും മഹത്തായ ഒരു കർമ്മം നിർവഹിക്കാനുള്ള നിമിത്തമായി തീരുക, ഗുണം അങ്ങുള്ളത് സത്യത്തിൽ ഞാൻ വളരെയേറെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അപൂർവം അനുഭവങ്ങളിൽ ഒന്ന് തന്നെയായി ഞാൻ കണക്കാക്കുന്നു. കാരണം ഇന്ന് കാവാലത്തിൻ്റെ പുസ്തകമാണ് പ്രകാശനം ചെയ്തത്.
പ്രകാശനം ചെയ്തത് മത്സാറാണ്. അരങ്ങിലും സദസ്സിലുമായി ഒരുപാട് മഹത്തുക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ നാടകങ്ങൾ എല്ലാം കൂടി ഒന്നിച്ച് ഒരു പുസ്തകമാക്കുക എന്നുള്ള മഹത്തായ കർമ്മം DC നിർവഹിച്ചു. അതിനെ വളരെ അർത്ഥവത്തായ നല്ല രീതിയിൽ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു. കാവാലത്തിൻ്റെ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെയും നാടകങ്ങളെയും വേർതിരിച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. കാവാലത്തിൻ്റെ നാടകങ്ങൾ, നാടക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലം മുതൽ, അതാണ് അതിൻ്റെ ഒരു ബാല്യദശ മുതൽ ഞാൻ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരുപാട് ഭയാശങ്കകളോടെയാണ് ആ നാടകത്തെ ഞങ്ങൾ ചെറുപ്പക്കാർ അന്ന് നോക്കിക്കണ്ടത്. നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു അരങ്ങ്, അതിൻ്റെ 3 വശവും മറിച്ച് രംഗത്തിനനുസൃതമായി പുറകിൽ കട്ടലുകൾ കെട്ടിത്തൂക്കി ഓരോ രംഗവും മാറുമ്പോൾ മുൻവശത്തെ കട്ടൽ പൊങ്ങുകയും താഴുകയും ചെയ്ത് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ വേഷങ്ങൾ അണിഞ്ഞ് വളരെ നാടകീയമായി നമ്മുടെ വാക്കുകളുണ്ടായ നാടകത്തിൽ നിന്നാണല്ലോ സംഭാഷണങ്ങൾ പറഞ്ഞ് ഇടയ്ക്ക് പൊട്ടും പൊടിയും പോലെ പാട്ടുകളും ചേർത്ത് ഇത്തരം നാടകങ്ങളാണ് ശരിയായ നാടകങ്ങളെന്ന് പൂർണ്ണമായും വിശ്വസിച്ച് നടന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു വായനശാല വാർഷികം വന്നാൽ നമുക്കൊരു പാട്ട് കച്ചേരി നടത്താം, ഒരു കഥകളി നടത്താം എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. ഒരു നാടകം കളിക്കാം എന്നാണ് ചിന്തിക്കുക. കാരണം നാടകം ആകുമ്പോൾ ആർക്കും വഴിയെ പോകുന്നവരും കയറി അഭിനയിക്കാവുന്ന ഒരു സാധനമാണല്ലോ എന്നുള്ള വിശ്വാസമാണ്. 10 5 6 ദിവസം എല്ലാവരും കൂടി ഒരു നാടകം കളിച്ചു. കോളേജിൽ പഠിക്കുമ്പോഴും നമ്മുടെ സംവിധായകൻ ക്ലാസ്സിൽ ഞങ്ങളെല്ലാം ചേർന്ന് നാടകങ്ങൾ എഴുതുക, അവതരിപ്പിക്കുക, മത്സരങ്ങൾക്ക് പോവുക, സമ്മാനങ്ങൾ കിട്ടുക, അങ്ങനെയൊക്കെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ശരിയായ നാടകങ്ങൾ എന്നുള്ള വിശ്വാസത്തിൽ. പിന്നീട് കാണുന്ന പ്രൊഫഷണൽ നാടകങ്ങളാണ്. അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ പ്രൊഫഷനുള്ള നാടകങ്ങളാണ്. അപ്പോഴാണ് കാവാലത്തിൻ്റെ സ്നേഹപൂർണമായ ഒരു ക്ഷണം കിട്ടുന്നത്. അങ്ങനെ ചെന്നപ്പോൾ നമ്മളൊക്കെ സങ്കല്പിക്കുന്ന, നമ്മൾക്ക് അനുശീലിച്ചു പോകുന്ന നാടക രീതിയല്ല അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വന്ന പലരും പതുക്കെ അതിൽ നിന്ന് ഒഴിവായിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് നാടകത്തിൻ്റെ ഗുണദോഷങ്ങളെ പറ്റി എന്നതിനേക്കാൾ ഉപരി എന്നിലുള്ള ഒരുപാട് വാസനകളെ സമഗ്രമായി പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വേദി, അത്യാവശ്യം പാട്ട് പാടാം, അത്യാവശ്യം വാദ്യോപകരണങ്ങൾ പ്രയോഗിക്കാം, താളാത്മകമായി ചലിക്കാം എന്നൊക്കെ തുടങ്ങി ഉള്ള ചില പ്രത്യേക വാസനകൾ സമഗ്രമായി പ്രയോഗിക്കാനുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ആദ്യമായി ഞാൻ നാടകം കണ്ടത്. പതുക്കെ ഞാൻ അതിൻ്റെ ഭാഗമാവുകയും എൻ്റെ മനസ്സും ശരീരവും അതിലെ നാടകത്തിലേക്ക് ഒന്നായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. ഒരുപാട് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടായത് അത്തരം നാടക സംരംഭങ്ങളിൽ നിന്നാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ശാകുന്തളം നാടകത്തിൻ്റെ വിവർത്തനം വായിക്കുമ്പോൾ ദുഷ്യന്തൻ പേരിൽ പ്രവേശിക്കുന്നു. കണ്ട നാളവടയിൽ ചരിപതം പറഞ്ഞു നോക്കി കുന്തനായി ശരഭയേന പുസ്തകം പൂർവ്വകാലഗതമാക്കി അങ്ങനെ മാനോടുമ്പോൾ പുറകെ ദുഷ്യന്തനാണ് വരുന്നത്. അന്ന് ഞങ്ങൾ നാടകങ്ങളൊക്കെ അഭിനയിക്കുന്ന സമയമാണ്. എങ്ങനെയാണ് ഈ ദുഷ്യന്തൻ പേരിൽ ഇങ്ങനെ വരുന്നത്? എങ്ങനെയാണ് ഈ മാൻ ഓടുന്നതിന് പുറകെ ദുഷ്യന്തൻ അമ്പം ബില്ലുമായി പേരില്ലാതെ വരുന്നത് നാടകത്തിൽ? പിന്നീട് കലാനിലയം നാടകം കണ്ടപ്പോൾ തോന്നിച്ചപ്പോൾ ഇത് ഇവർക്ക് സാധ്യമായിരിക്കും. ചിലപ്പോൾ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള മിടുക്കുണ്ട് ഈ കലാനിലയ നാടകത്തിലൊക്കെ. പക്ഷെ സാധാരണക്കാരായ ആളുകൾ ഈ നാടകം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ രസം ഇങ്ങനെ ദുഷ്യന്തൻ രസത്തിൽ എങ്ങനെ വരാൻ പറ്റും? അപ്പം ഞാൻ പല പ്രാവശ്യം സംശയം സാറോട് ചോദിച്ചു, സാറേ ഇത് എന്താണ് ഇങ്ങനെ, എങ്ങനെയാണ് ഇത് നമുക്ക് അഭിനയിക്കണമെങ്കിൽ എങ്ങനെ അഭിനയിക്കുക? അപ്പം സാറ് പറഞ്ഞു, ഇത്തരം നാടകങ്ങളൊന്നും അഭിനയിക്കാനുള്ളതല്ല, വായിക്കാനുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ സംശയമൊന്നും വേണ്ട എഴുതാൻ പറഞ്ഞു. പക്ഷെ ഇത്തരം ഒരുപാട് അല്ലെങ്കിൽ ബാലസഹജമായ സംശയങ്ങൾ ഒക്കെ തീർന്നത് കാവാലം നാടകത്തിൽ വന്നതിന് ശേഷമാണ്. നമ്മൾ കണ്ടുപോകുന്ന നാടക സമ്പ്രദായങ്ങളിൽ നിന്നെല്ലാം വിട്ട്
നമ്മുടെ പരമ്പരാഗതമായ അഭിനയ സമ്പ്രദായത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു പുതിയ നാടകവേദി എന്നുള്ളത് എന്നേക്കാൾ ലോകപരിചയവും വിവരവുമുള്ള ഒരുപാട് സദസ്സുകളിൽ ആളുകളുടെ മുമ്പിൽ ഈ നാടകങ്ങൾ അവതരിപ്പിക്കുകയും അവരുടെ അംഗീകാരങ്ങൾ നേടുകയും ചെയ്യുകയും പതുക്കെ നമ്മൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായത്. ഈ നേരത്തെ പറഞ്ഞ ഈ രഥവേഗം എന്ന് പറഞ്ഞ സംഭവം, രഥവേഗം നടിക്കുകയാണ്. അപ്പം ഈ മരം പറിച്ച് ഇവനെ അടിക്കുക തന്നെ എന്ന് കഥാപാത്രം പറയുകയും എൻ്റെ ബ്രാക്കറ്റിൽ അങ്ങനെ ചെയ്യുന്നു എന്നാണ്. ഒരിക്കലും മരം പറിച്ച് രംഗത്ത് അടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തരം അത്ഭുതകരമായ വിദ്യകൾ പ്രയോഗിക്കാനുള്ള രംഗശീലക്രമങ്ങൾ നമ്മുടെ പാരമ്പര്യ നാടകവേദിയിലുണ്ട്. അങ്ങനെ ഒരു പുതിയ കണ്ണോടുകൂടി നമ്മുടെ പാരമ്പര്യ കലകളെയും നാടോടി കലകളെയും കാണാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നിങ്ങനെ സമഗ്രമായ ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ അന്ന് ആവിഷ്കാരത്തിന് വേണ്ടി പുതിയ വഴി അന്വേഷിക്കുന്ന കവികള്, ചിത്രകാരന്മാര്, ശില്പികള്, അങ്ങനെ എല്ലാവരും തമ്പടിക്കുന്ന സ്ഥലമായി നാടക ക്യാമ്പുകൾ മാറുക, നാടക അവതരണങ്ങൾക്ക് മുമ്പ് കവിയരങ്ങൾ ഉണ്ടാവുക, മലയാളത്തിലെ പ്രമുഖരായ കവികളൊക്കെ കവിത ചൊല്ലുക, ഞങ്ങളും അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു ചരിത്രപരമായ ഒരു ചലനത്തിൻ്റെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി ഈ നാടകങ്ങളൊക്കെ മാറുകയായിരുന്നു. ഈ അങ്ങനെ ഒരു ചലനത്തിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞിരിക്കെ ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ ഇത് സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്ന മത്സാറിന്റെ കയ്യിൽ നിന്ന് കാവാലം സാറിന്റെ പുസ്തകം സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വളരെയേറെ എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവം തന്നെയാണ്. പണ്ട് കാട്ടുമാടൻ നാരായണൻ എന്ന നാടക നിരൂപകനും എഴുത്തുകാരനും അദ്ദേഹം ഒരു ലേഖനത്തിൽ പണ്ട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വിദേശി കലാരസികനാണ്. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കലാരൂപങ്ങളെ കാണണമെന്ന് പറഞ്ഞു. കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി കഥകളി കാണിച്ചു, ഇരിഞ്ഞാലക്കുട കൊണ്ടുപോയി കൂടിയാട്ടം കാണിച്ചു, കൂത്ത് കാണിച്ചു, പിന്നെ അതുപോലെ തെയ്യം കാണിച്ചു, തറ കാണിച്ചു. അങ്ങനെ കേരളത്തിലെ ക്ലാസിക്കലും ഗുരുവായൂർ കൊണ്ടുപോയി പിന്നെ കൃഷ്ണാട്ടം കാണിച്ചു. അങ്ങനെ ക്ലാസിക്കലും നാടോടിയുമായ എല്ലാ കലാരൂപപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരാളാണ് നമ്മുടെ മുന്നിൽ സാറ്. അദ്ദേഹത്തിൻ്റെ രചന വായിച്ചിട്ടില്ലെങ്കിലും അത് എഴുതാൻ അർഹതയുള്ള ആളെന്നുള്ള നിലയിൽ അത് വായിക്കാൻ കിട്ടുന്ന ഈ സാഹചര്യം, അദ്ദേഹം സൃഷ്ടിച്ച സാഹചര്യം, അത് നമുക്ക് നേടി തന്ന ഡി സി ബുക്സ് ചെയ്തിട്ടുള്ള സേവനം ഏറ്റവും ശ്രദ്ധേയമാണ്. ശ്രീമതി പറഞ്ഞപോലെ സാഹിത്യപരമല്ലാത്ത വിഷയങ്ങളെ പോലും സഹിതഭാവത്തോടുകൂടി സാഹിത്യമാക്കി തീർക്കാനുള്ള ഡി സിയുടെ ശ്രമത്തെ, ഡി സി ബുക്സിൻ്റെ ശ്രമത്തെ അങ്ങേയറ്റം ശ്ലാഘിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ. ഡോക്ടർ എം കൃഷ്ണൻ നായരെ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ന് ഈ പുസ്തക പ്രകാശനം ചെയ്യാമെന്ന് സദയം സമ്മതിച്ച ശ്രീ പത്മശ്രീ മധു സാർ, ശ്രീ കാവാലം നാരായണ പണിക്കർ, എൻ്റെ സ്നേഹിതൻ നെടുമുടി വേണു, ശ്രീ സി പി നായർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി എന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്ത് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വെടിയും വെച്ചിട്ട് പോകുന്നൂടെ പറയുന്ന പോലെ ആയിപ്പോയി. താൻ ഏതായാലും ക്യാൻസർ സെൻ്റർ ഉണ്ടാക്കി അതിനെപ്പറ്റി പിന്നെ ഒരു ബുക്കും കൂടെ എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പല അനുഭവങ്ങളും നേടിത്തന്നത് ഈ പ്രവർത്തന മേഖലയാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ അത് എൻ്റെ സ്നേഹിതന്മാരും
പൊതുജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. പിന്നെ വേറൊരു ചെറിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നത്, ഈ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർമാരുടെ വർത്തമാന രീതി കൊണ്ടാണോ സ്വഭാവം കൊണ്ടാണോ അവർ രോഗികൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ ഒരിക്കലും സംസാരിക്കില്ല. അതൊരു ഞാൻ ഈ RCC ഡയറക്ടറായിട്ട് ആദ്യം ടേക്ക് ഓവർ ചെയ്തപ്പോൾ സെൻട്രൽ ഹെൽത്ത് സെക്രട്ടറി ശ്രീനിവാസൻ അദ്ദേഹം തിരുവനന്തപുരം സന്ദർശിക്കാനിടയായി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണനായർ, നിങ്ങൾ ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ മെഡിസിനെ ഒന്ന് ഡീമിസ്റ്റിഫൈ ചെയ്യണം, ആളുകൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ സംസാരിക്കണം, ആളുകളുടെ കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനൊരു അറ്റംപ്റ്റ് താങ്കൾ നടത്തണം എന്ന് അദ്ദേഹം അന്ന്, അതായത് 81 82 മറ്റമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഡീമിസ്റ്റിഫൈ ചെയ്ത് പറയാൻ വിഷമമാണ്. പക്ഷെ എന്നാലും നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാവരും സാമാന്യ ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ RCC അല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ക്യാൻസർ വാർഡുണ്ടായിരുന്നു. ആ ക്യാൻസർ വാർഡിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആകപ്പാടെ ക്യാൻസർ ചികിത്സ നൽകുന്ന ഒരേ ഒരു കേന്ദ്രം അതായിരുന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള രോഗികൾ അവിടെ വരും. അവർക്ക് കൊടുക്കാനായിട്ട് മരുന്നുകളില്ല. മരുന്നുകൾ അന്ന് ഇത്രയും മരുന്നുകൾ ഇല്ലാത്തതാണ് പ്രധാന കാരണം. പിന്നെ മരുന്നുകളുടെ വിലയും, പിന്നെ അവർക്ക് കിടക്കാൻ ബെഡില്ല, പിന്നെ അവർക്ക് സേവനങ്ങൾ നൽകാൻ വേണ്ടത്ര ഡോക്ടർമാരും മറ്റ് ജോലിക്കാരുമില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി നിർവഹിക്കാൻ തന്നെ വലിയ വിഷമമായിരുന്നു. പിന്നെ ഇതിൽ കുറച്ച് രോഗികൾ കുറച്ചുകൂടെ നല്ല ചികിത്സയോ രോഗ വിമുക്തിയോ കിട്ടട്ടെന്ന് വിചാരിച്ച് ബോംബെയിലൊക്കെ പോകുമായിരുന്നു. ആ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ നമ്മുടെ വ്യവസായ മന്ത്രിയായിരുന്ന TV തോമസ് അദ്ദേഹത്തെയും കൊണ്ട് ഒരിക്കൽ ബോംബെയിൽ പോകാൻ ഇടയായത്. ഈ ടാറ്റാമോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും, ഇതൊരു ട്രാഫിക് ഐലൻഡിലാണ് ടാറ്റാമോൾ ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. അപ്പം അവിടെ കിടത്താനായിട്ട് ബെഡുകളില്ല, 250 ബെഡോ മറ്റോ ഉള്ളൂ. മിക്കവാറും അവിടെ ചെല്ലുന്ന രോഗികൾക്ക് ഹോട്ടലും മറ്റും താങ്ങാൻ വലിയ വിഷമമാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഈ പേയ്മെൻറ്റിലായിരിക്കും കിടന്നുറങ്ങുന്നത്. വൈകുന്നേരം ഒരു 7 മണി 7:30 മണിയാകുമ്പോൾ അവിടെയുള്ള ബീറ്റ് പോലീസ്, പിന്നെ സാമൂഹ്യ വിദഗ്ധർ, ഇവരെല്ലാവരും വന്ന് അവിടെയുള്ള പെൺകുട്ടികളെ പിടിക്കൊണ്ട് പോവുക, അവരുടെ പൈസ പിടിച്ച് വാങ്ങിക്കുക, ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ നടക്കും. ഇവരെല്ലാവരും ഓടി രക്ഷപ്പെടുന്നത് ആശുപത്രി ലോബിയിലാണ്. ഞാൻ TV തോമസും കൂടെ ഒരു ദിവസം അന്നത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ കൃഷ്ണമാലയുടെ മുറിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ കമോഷൻ പിടി. എന്താണെന്ന് വെളിയിൽ വന്ന് നോക്കിയപ്പോൾ 100-150 പേഷ്യൻസ് ആ ലോബിയിലുണ്ട്. എക്യാസ്റ്റഡി ചെയ്തവര്, ഗ്യാസ്ട്രോസ്റ്റഡി ചെയ്തവര്, മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടവര്, ഇവരെല്ലാം കയറി നിൽക്കുകയാണ്. ആ പോലീസ് ബീറ്റ് വന്നിരിക്കുന്നു. പോലീസ് ബീറ്റ് പോയതിന് ശേഷമേ അവർക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ ജുസവാല എൻ്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണനായരെ എവിടെയൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതല്ലേ. മന്ത്രിയും കൂടെ ഉണ്ടായിരുന്നു. ഇവരെ ഇവിടെ അയച്ച് കഷ്ടപ്പെടുത്തേണ്ട കാര്യം എന്നതാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു ആശുപത്രി തുടങ്ങി കൂടിയോ, ഇവരെല്ലാം അവിടെ ചികിത്സ എടുക്കുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻസിഡൻ്റാണ് എനിക്ക് RCC ഉണ്ടാക്കണം എന്ന്
മനസ്സിൽ തോന്നാൻ ഒരു വലിയ കാര്യം. ഞാൻ തിരിച്ചു വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ നേരത്തെ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിഷയമായി നല്ല ഐഡിയ ആണ്, നമുക്ക് വേണം ശരിയായി കളയാം. പിന്നെ അതിൻ്റെ എഴുത്തുകുത്തായി. പിന്നെ അതിനുശേഷം വന്ന നായനാർ സാറ്, പിന്നെ കലാകാരൻ, ഇവരെല്ലാവരും അതിൻ്റെ അങ്ങേയറ്റം പിന്തുണ നൽകുകയും ചെയ്യും. ഈ RCCയിൽ കുട്ടികൾ പുതുതായിട്ട് കിട്ടി, അതിവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ചേഞ്ച് വരുത്തുമ്പോൾ ഉള്ള ഒരു വലിയ പ്രോബ്ലം, നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിന് അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ അതേ സ്പീഡിൽ മുമ്പോട്ട് വരാൻ പലപ്പോഴും സാധിക്കാതെ. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ എൻ്റെ കൊളീഗ്സിന് തന്നെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും തീർച്ചയില്ല. പക്ഷേ ഒരളവിനെ അവർക്ക് മനസ്സിലായി കാണും. പക്ഷേ അത് കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാനും RCC എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, RCCയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അപ്പോൾ അത് ആ സ്ഥാപനവുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പൊതുജനത്തിന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും ജനസമ്മതി നേടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അവിടെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3000 രോഗികളാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്നവിടെ 15,000 രോഗികളാണ് വരുന്നത്. ക്യാൻസർ റേറ്റ് കൂടിയത് കൊണ്ടാണ് ഈ 15,000 രോഗികൾ വരുന്നതെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ വിഷമമാണ്. കാരണം ഒരു രാജ്യത്തും 1% കൂടുതൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ഒരു വർഷം വർദ്ധിക്കുകയില്ല. നമ്മളിവിടെ പലർക്കും പറയും, ആലപ്പുഴ ഇന്ന വില്ലേജിൽ എല്ലാവർക്കും ക്യാൻസറാണ് എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഈ സെൻസേഷണൽ സ്റ്റോറി ഉണ്ടാക്കാനായിട്ട് പറയാവുന്നതല്ലാതെ ഒരു കാരണവശാലും ഒരു രാജ്യത്ത് 1% കൂടുതൽ ഇൻക്രീസ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസിൽ ഉണ്ടാകുകയില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം അങ്ങേയറ്റം പോപ്പുലർ ആയതുകൊണ്ടാണ് ഇത്രയും രോഗികൾ ഇങ്ങോട്ട് വരാൻ. ഇത്രയും പോപ്പുലർ ആയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ചികിത്സ ലഭിക്കുകയും അവർക്ക് പരിപൂർണ സുഖം നേടാൻ സാധ്യത ഉണ്ട് എന്ന് അവർക്കൊരു കൺവിക്ഷൻ ഉണ്ടായതും ഉണ്ടാകും. ഈ അതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നുന്നത്. മിക്കവാറും എല്ലാ ഡോക്ടർമാരെയും ലോകത്തെ ഏറ്റവും നല്ല സെൻറ്ററുകൾ അയച്ച് പരിശീലിപ്പിക്കാനും അവരെ എല്ലാവരെയും സംയോജിപ്പിച്ച് സമഗ്രമായിട്ടുള്ള ചികിത്സ നൽകാനും ഒരു സംവിധാനം ഉണ്ടാക്കിയത് നമുക്ക് അങ്ങേയറ്റം സഹായകമായി എന്ന് ഞാൻ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിനുള്ള ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അവിടുത്തെ പ്രൈവറ്റ് പ്രാക്ടീസ് എടുത്ത് കളയേണ്ടി വന്നു. പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ടായിരുന്നാൽ മാത്രമേ ഡോക്ടേഴ്സിന് കമ്മ്യൂണിറ്റിയിൽ ഒരു വിസിബിലിറ്റി കാണിക്കുകയുള്ളൂ. മറ്റേത് ഇപ്പം ഇന്ന് കേരളത്തിൽ ശ്രീചിത്രയിലും RCCയിലുമുള്ള ഡോക്ടേഴ്സാണ് ഏറ്റവും നല്ല പരിശീലനവും എക്സ്പീരിയൻസുമുള്ള ഡോക്ടേഴ്സ്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ശ്രീചിത്രയിലെ ന്യൂറോളജി പ്രൊഫസർ ആരാണ് അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞില്ല. അവര് ഇൻവിസിബിളായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെയാണ് RCC. നേരെ മറിച്ച് ഈ ഡോക്ടർമാർ പ്രൈവറ്റ് പ്രാക്ടീസിലായിരുന്നുണ്ടെങ്കിൽ അവർക്ക് TV വഴി വരെ സംസാരിക്കാം, ആഴ്ചപ്പതിപ്പുകളിൽ എഴുതാം, മറ്റേത് ചെയ്യാം, മറിച്ചത് ചെയ്യാം, അങ്ങനെ എപ്പോഴും വിസിബിളായി തിളങ്ങി നിൽക്കാൻ പറ്റും. പക്ഷേ
ഇവർ ചെയ്യുന്ന സേവനം എത്ര മഹത്താണെന്നുള്ളത് ആ സ്ഥാപനങ്ങളിൽ ചികിത്സ നേടി വെളിയിൽ വരുന്ന രോഗികളുടെ ചികിത്സാ ഫലങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, ധാരാളം ക്യാൻസറുകളുണ്ട്. അതിലൊരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ ക്യാൻസറും പരിപൂർണമായിട്ട് ഭേദമാക്കാൻ പറ്റാത്തവയാണ്. ചിലതൊന്നും ചികിത്സയില്ല. ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ ചില ചാർട്ടുകളും മറ്റും ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരന് ഡോക്ടറോട് ചോദിച്ച് ഒരു ലിവർ ക്യാൻസറുമായിട്ട് ഒരാൾ പോകുന്നു, ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, 3 മുതൽ 6 മാസമേ ജീവിച്ചിരിക്കുള്ളൂ. ഡോക്ടർ പറയാണ്, ഈ 3 ലക്ഷം രൂപ ഒരു മാസം 3 ലക്ഷം രൂപയുടെ ഒരു ഗുളിക മേടിച്ച് 6 മാസം കഴിച്ചാൽ നിങ്ങൾക്ക് അതിന് ശമനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിക്കാൻ ഉള്ള ഒരു മെറ്റീരിയൽ ഈ ജനത്തിന് വേണമല്ലോ. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് ഡോക്ടർ ഇത് ശരിയാണോ എന്ന് ഒരു സംശയമെങ്കിലും ചോദിക്കാൻ ഒരു അവസരം അവർക്ക് കിട്ടും. കാരണം ഇത്രയും ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന ഒരു ഫീൽഡ് വേറെയില്ല. ഇന്ന് BM ഹെഗ്ഡെ ഹിന്ദുവിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ രോഗിയാകുന്നത് ആദ്യമായിട്ടൊരു ഡോക്ടറെ കാണുമ്പോഴാണ്. ഡോക്ടർ അയാളെ ഉടനെ രോഗിയാക്കും, മരുന്നുകൾ എഴുതി കൊടുത്തിരിക്കും, മരുന്നുകൾ തിന്നാൻ പറയും, അങ്ങനെ അയാൾ രോഗിയായി തിരിച്ചു വീട്ടിൽ പോകും. എത്ര ഹെൽത്തിയായിട്ടുള്ള ഒരാളും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ആ നിമിഷം മുതൽ ഒരു രോഗിയായി കഴിഞ്ഞു എന്ന് വിശ്വസിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് ഒരു പൊതുവിജ്ഞാനം രോഗിക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് കഴിയുന്നിടത്തോളം ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കും. പിന്നെ ഞാൻ ചില രോഗികളുടെ രോഗവിവരങ്ങൾ ഉൾപ്പെടുത്തി ഓരോ തരം ചികിത്സയും എത്രത്തോളം ഫലവത്താണ്, അത് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി രണ്ടാമതൊന്ന് ആലോചിക്കാൻ രോഗിക്ക് ഒരവസരവും കിട്ടും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൻ്റെ ബേസ് ചെയ്ത് ഞാൻ കുറിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എനിക്കൊരു പ്രത്യേക ശൈലിയുണ്ട് എഴുതാൻ. അതിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എൻ്റെ സ്നേഹിതൻ ശ്രീകുമാർ പറഞ്ഞു അത് റീഡബിൾ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ആ സന്തോഷത്തിൽ ഞാൻ നോക്കുന്നു. സദസ്സിനെ അഭിസംബോധന ചെയ്യാനായി ഇനി ശ്രീ CP നായരെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ഒരു 19 കൊല്ലം മുമ്പുള്ള മലയാള നവോത്ഥാനത്തിലുള്ള ഈ സദസ്സുണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് പണ്ഡിതനാണ്, അദ്ദേഹം കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് വായിച്ചുള്ള അറിവ് ഈ നാടകത്തില് തിരശ്ശീല 2 കൊച്ചു പിള്ളേർ 6-7 വയസ്സുള്ള പിള്ളേർ അപ്പോൾ പാടിക്കൊണ്ട് ഇതൊരു നൽകോട്ട് വരിക. പാടുന്നത് ഈ വന്ദനം നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പാടുന്ന രൂപമാണ്. വന്ദനം മുമ്പിലിരിക്കുന്ന പ്രമുഖ വ്യക്തികൾ, തഹസിൽദാർ, സബ് ഇൻസ്പെക്ടർ, പിന്നെ കല്ലാൻ ശിക്ഷിക്കാൻ വേണ്ടി അദ്ദേഹമുള്ള എല്ലാ ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞാണ് വന്നിരുന്നത്. ഇതിൽ അവസാനം അങ്ങനെയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അലിയാരു ചട്ടമ്പയ്ക്കും വന്ദനം കണ്ട അലിയാരു ചട്ടമ്പി പറയുന്നത് സ്ഥലത്തെ പറയേണ്ടത് പേര് തന്നെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഏറ്റവും പുറകിൽ ഈ സമസ്യയുടെ പുറകിൽ കൊണ്ട് ഒരു കൈയ്യൊക്കെ കൊടുത്ത് ഒരു വീതിയോടെ വെട്ടിയൊക്കെ എടുത്ത് വെട്ടി വേണ്ടത്ര ലഹരി ഉൾക്കൊണ്ട് മീശയൊക്കെ പിടിച്ച് ഒരു ഉണ്ടാക്കുന്നതൊക്കെ അലിയാരു ചട്ടമ്പി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അലിയാരു ചട്ടമ്പിയും വന്നിരുന്നുണ്ട് എന്ന് പറയുന്നത് പറഞ്ഞു. ഇത് ഇല്ല.
നാട്ടുപുറങ്ങളിൽ അവിടെ യോഗത്തിൽ ആരും പങ്കെടുക്കുന്നുള്ളൂ. പക്ഷേ എനിക്കതിനുള്ള യോഗമുണ്ട്. പല നാട്ടുപുറങ്ങളിൽ പോയി ഇപ്പോഴും പിന്നെ സാധാരണ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവിടെ പഴയ ഒരു ഏർപ്പാടാണ് ഇപ്പോഴും ലോപിച്ച് പോകാറുണ്ട്. ഇപ്പോൾ സ്വാഗതം പറയുന്നു. സ്വാഗതം പറയുന്നത് കൂട്ടുന്നില്ല. എല്ലാവരുടെയും പറഞ്ഞ അധ്യക്ഷൻ, എംഎൽഎ, പഞ്ചായത്ത് പ്രസിഡന്റ്, പൊതുസൂര്യനായ സ്ഥലം സബ് ഇൻസ്പെക്ടർ ശുദ്ധോദനെ കൈമുക്ക് സ്വാഗതം പറയും. അപ്പോൾ ശുദ്ധോദനെ സ്വാഗതം പറഞ്ഞില്ലെങ്കിൽ വിവരം അറിയും എന്നാണ് അർത്ഥം. സംഘാടനം പിറ്റേ ദിവസം വഴി നടക്കാൻ പറ്റില്ല. അത് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായാലും PUC ഉണ്ടായാലും മനുഷ്യാവകാശ പ്രവർത്തകർ ഉണ്ടായാലും ശുദ്ധോദനയുടെ കൈകളിൽ സ്വാഗതം അറിയുന്നുള്ളതുകൊണ്ട് ഒരുമാതിരി 300 ജാമ്യം പോലെ ശുദ്ധോദന സ്വാഗതം. പറഞ്ഞു വരുന്നത് ഞാനൊരു അയ്യായിരം ചട്ടം വിചാരിക്കുന്ന മൂലയ്ക്ക് പിന്നെ അഞ്ചിലേറിൻ്റെയും കോർപ്പറേഷനായിട്ടും വെക്കും ചുമ്മാ ഇരുന്ന് എന്നെ വിരവായി പിടിച്ച് ഈ സദസ്യ പ്രതിഷ്ഠിക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമേ എനിക്ക് ദീർഘമായി പ്രസംഗിക്കാൻ യാതൊരു അവകാശം. രണ്ടേ ഒരു കാര്യങ്ങൾ. ഒന്ന്, ശ്രീ കാവാലം നാടകം നാടകങ്ങളിലെ ആദ്യത്തെ സമാഹാരമാണ്. ഇത് വളരെ മുമ്പ് തന്നെ വേണ്ടിയൊരു ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പ്രസിദ്ധീകരിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ട അനുജൻ രവി ഇൻസിയെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വേണ്ടത്ര വിപുലമായ അഗാധമായ പഠനത്തിന് വിധേയമായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ചരിത്രപരമായിട്ട് 1970 ആദ്യത്തെ നാടകം 1925 അത് വരുമ്പോൾ മലയാള നാടകത്തിൽ ഒരുപാട് സ്കീംസ് ധാരകളുണ്ടായിരുന്നു. ഒന്ന്, CV രാമപിള്ളയിൽ നിന്ന് ആരംഭിച്ച് CV രാമപിള്ള, E വി കൃഷ്ണപിള്ള, MP ചിദംബരം നായർ, MG കേശവപിള്ള, ദേവി ഒരു സ്ത്രീ ഹാസ്യ നാടകം, ഒരു സോഷ്യൽ പർപ്പസ് ഒന്നും. പിന്നൊന്ന് ഇംഗ്ലീഷ് സാറിൻ്റെ പത്മഭവനത്തിൽ തുടങ്ങിയ ഒരു ട്രെൻഡ്, അത് മുമ്പോട്ട് പോയി എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒന്ന്, കേരളങ്ങളുടെ പാട്ടബാക്കി മുതൽ ഇങ്ങോട്ട് വന്ന് ശ്രീ തോപ്പിൽ ഭാസി വളരെ പുഷ്കലമാക്കിയ രാഷ്ട്രീയ സ്വഭാവമുള്ള നാടകങ്ങളുടെ വേറെ ഒരു സ്ത്രീയുണ്ട്. പിന്നെ CN ശ്രീകണ്ഠനായി ആരംഭിച്ച കാഞ്ചന സീത ഒരു സ്ത്രീയുണ്ട്. പിന്നെ അപ്സർ ഡ്രാമ എന്ന് പറയാവുന്ന ജീശങ്കർപുള്ളിയെ വേറെ ഒരു സ്ത്രീയുണ്ട്. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് സംസ്കൃത നാടകത്തിലെ മുരാരി എന്നൊരു നാടകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് മുരാരിയെ തൃതീയ പന്ഥ, മുരാരിയുടെ മൂന്നാമത്തെ വഴിയാണ് എന്ന് ചൊല്ലുന്നുണ്ട്. വിഭിന്നമായ ഒരു ശൈലിയായിരുന്നു ശ്രീനാരായണൻ. പക്ഷെ അത് അവതരണത്തിൽ മാത്രമല്ല, ഈ കണ്ടന്റിലായാലും അവതരണത്തിലായാലും കഥാപാത്രങ്ങളുടെ ആവിഷ്കാരത്തിലും എല്ലാത്തിലും വിഭിന്നമായ ഒരു ശൈലിയാണ്. അപ്പോൾ ഈ ഒരു കലാരൂപം എന്നുള്ളത് മാത്രമല്ല, ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായിട്ട് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു നാടക ധാരയാണ് അദ്ദേഹത്തിന്. വളരെ വിപ്ലവമായ അവതാരികളിലും മറ്റും ഒതുങ്ങി നിൽക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായ പഠനം അർപ്പിക്കുന്ന ഒരു നാടക ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. വളരെ പ്രയോജനമായിട്ടുള്ള അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ ആഴത്തിലുള്ള പഠനം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിർമ്മിക്കുന്നു. പിന്നെ ഒന്ന് ഡോക്ടർ കൃഷ്ണനായരുടെ പുസ്തകമാണ്. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ എനിക്ക് ഒരു മനസ്സിലൊരു ചിന്തയുണ്ട്. വാസനയോ അഭ്യാസപരമോ കൊണ്ടല്ല, ഈശ്വര നിശ്ചയങ്ങളാണ് ഡോക്ടർ. ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള 2-3 മഹാന്മാരായ ബിഷപ്പുമാരൊന്ന് ഡോക്ടർ KN പൈ, എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു, പരിചയമുണ്ടായിരുന്നു. ഡോക്ടർ KN പൈയെ പോലെ, ഡോക്ടർ PKR വാര്യരെ പോലെ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്ന ശസ്ത്രക്രിയാ സമ്പ്രദായത്തിന് കേരളത്തിലെ ആധുനിക ശസ്ത്രക്രിയാ സമ്പ്രദായത്തിന് പിതാവെന്ന് പറയാവുന്ന ഡോക്ടർ R കേശവൻ നായരെ പോലെ, പിന്നെ ഭാഗ്യവശാലും നമ്മുടെ കൂടെയുള്ള ഡോക്ടർ വല്യത്താനെ പോലെ അനുഗ്രഹീതനായ ഒരു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ കഥാപാത്രങ്ങൾക്കുള്ള പ്രാധാന്യം രണ്ടുപേരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നാടകത്തിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചും എപ്പോഴൊക്കെ എങ്ങനെയാണ് കഥാപാത്രങ്ങൾ വായനക്കാരന്റെ മനസ്സിൽ അല്ലെ കാഴ്ചക്കാരന്റെ മനസ്സിൽ ഇരുപ്പുറപ്പിക്കുന്നതെന്ന് പറയുകയുണ്ടായി. ഒരു ചെറിയ കാര്യം പറയാം. 68-69 കാലഘട്ടത്തിൽ ഞാനൊരു കോളേജ് വിദ്യാർത്ഥിനി ആയിരുന്നപ്പോൾ അന്നത്തെ നീല നിറമുള്ള ഇംഗ്ലണ്ടിൽ എനിക്കൊരു കത്ത് കിട്ടി. ആ കത്തിനകത്തൊരു സിനിമാ ഗാനമായിരുന്നു. അതിന്റെ താഴെ അജ്ഞാത കാമുകൻ എഴുതിയിരുന്നു. ആ സിനിമാ ഗാനം മാണിക്യ വീണയുമായി എൻ്റെ മനസ്സ് വീഴുന്നോളെ എന്നുള്ള പാട്ടായിരുന്നു. പക്ഷെ അജ്ഞാത കാമുകന്റെ മുഖം എൻ്റെ മനസ്സിലില്ലായിരുന്നത് കൊണ്ട് ആ പാട്ട് പാടി അഭിനയിച്ച ശ്രീ മധുവിന്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ കാമുകന്റെ മുഖമായിട്ട് പതിഞ്ഞു പോയത്. പിന്നെ കുറെ നാളിന് ശേഷം യഥാർത്ഥ അജ്ഞാത കാമുകനെ ഞാൻ മുഖാമുഖം കണ്ടപ്പോഴാണ് മധുവിന്റെ മുഖം അവിടെ നിന്ന് മാഞ്ഞു പോയത്. പക്ഷേ അവതരിപ്പിച്ച കഥാപാത്രം എന്നും മനസ്സിൽ നിലനിൽക്കുന്നത് കഥാപാത്രത്തിന് ആത്മാവിനെ നൽകുന്നത് കൊണ്ടാണ്. അതുപോലെ വിവർത്തകർ എപ്പോഴും മറ്റൊരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് കഥാപാത്രങ്ങൾക്കും ഒരു സാഹചര്യത്തിനും, കാരണം പദത്തിന് ഒറ്റയ്ക്ക് അർത്ഥമില്ല. പദം
എവിടെ എങ്ങനെ ആരോട് ചേർന്ന് നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് അർത്ഥം സംവേദിപ്പിക്കുന്നത്. അതുകൊണ്ട് മൂലകൃതിയുടെ എഴുത്തുകാരൻ സംവേദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണോ അതിനെ പിടിച്ചെടുത്ത് അതിനെ ആത്മാവിനെ നൽകി മറ്റൊരു ഭാഷയിൽ അവതരിപ്പിക്കാണ് വിവർത്തനം ചെയ്യുന്നത്. അങ്ങനെ വിശ്വസാഹിത്യത്തിലെ കൃതികളെ മലയാള ഭാഷയിലേക്ക് പരിചയപ്പെടുത്തി തരുന്ന പരിശ്രമമായ ശ്രമം വിജയപൂർവ്വം ബന്ധപ്പെടുന്ന DC ബുക്സിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ GR ഇന്ദുഗോപനെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ശ്രമിക്കുന്നില്ല. വലിയ ആൾക്കാരുടെ കൂട്ടത്തിൽ കയറി ശീലം കഴിഞ്ഞാണ് ആദ്യ ഭാഗ്യം. പിന്നെ ആദ്യ പ്രസംഗത്തിനോട് മുതിർന്നില്ല. ഒരു അവസരം ഉണ്ടാക്കുന്ന DC ബുക്സിന് നന്ദി. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി DC ബുക്സ് എഡിറ്റോറിയൽ സമിതി അംഗം ശ്രീ KM ഷാജികുമാറിനെ ക്ഷണിക്കുന്നു. 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഭാഗമായുള്ള 6ാം ദിവസത്തെ പുസ്തക പ്രകാശനങ്ങൾക്ക് ഇവിടെ തീർച്ചയായിരിക്കുന്നു. ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശ്രീ പെരുമ്പടം ശ്രീധരൻ സാറിന്, മധു സാറിന്, കാവാലം നാരായണ പണിക്കർ സാറിന്, നെടുപുഴ സാറിന്, ഡോക്ടർ M കൃഷ്ണനായർ സാറിന്, കിളിമാനൂർ സാറിന്, CP നായർ സാറിന്, GR ഇന്ദുഗോപൻ സാറിന്, ജോലി ഓർമ്മിപ്പിക്കുന്ന DC ബുക്കിൻ്റെ പേരിൽ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിന്റെയും 6ാം ദിവസമായ ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുന്നു. കണിയാപുരം ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന സർഗോത്സവം ആരംഭിക്കുകയാണ്. സരസ്വതി വന്ദനത്തോടെ പരിപാടി ആരംഭിക്കുന്നു. ശ്രീരേഖ കൃഷ്ണ എന്നിവർ ആലപിക്കുന്നു. സരസ്വതി നമോസ്തുതേ ശാരദേ വിദ്യാപ്രദേ 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 സരസ്വതി നമോസ്തുതേ. കരധൃത വീണ പുസ്തക കരധൃത വീണ പുസ്തക കരധൃത വീണ പുസ്തക വരമണിമാലാലം കൃത 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 സരസ്വതി നമോസ്തുതേ ശാരദേ വിദ്യാപ്രദേ സരസ്വതി നമോസ്തുതേ. നരഹരി സുധവിധിലളിത നവമണിയുത കമ്പുകളെ നരഹരി സുധവിധിലളിത നവമണിയുത കമ്പുകളെ സുരസേവിത പദയുകളെ സുരസേവിത പദയുകളെ സുരസേവിത പദയുകളെ സുധാകര സമരവളെ സുരസേവിത
ഇനി ഒരു നാടൻ പാട്ട് ആസ്വദിക്കാം. മൈഥിലി, സൂര്യ, അപർണ, കൃഷ്ണ വാസുദേവ്, ശ്രീരേഖ കൃഷ്ണ എന്നിവർ അവതരിപ്പിക്കുന്നു. കുഞ്ഞിക്കൂങ്ങേ ആ മരന്തോടമയിലോട കുഞ്ഞിക്കൂങ്ങേ തനതാന തന്നിന തമര മോതിരമയിലോ കുഞ്ഞിക്കൂങ്ങേ ആ മരന്തോടമയിലോട കുഞ്ഞിക്കൂങ്ങേ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ ഏറുമുട്ടി കട്ടയടച്ച് ഹേ ഹേ ബ്ര ഏറുമുട്ടി കട്ടയടച്ച് തന്താനാരോ താനാരോ എന്തെല്ലാം വിത്തേറിഞ്ഞടി പെണ്ണെ താടി തന്താനോ തനതാന തന്തിന തമര മോതിരമയിലോ കുഞ്ഞിക്കൂങ്ങേ ആ മരന്തോടമയിലോട കുഞ്ഞിക്കൂങ്ങേ മുണ്ടുടുത്തൊരുങ്ങടി പെണ്ണെ ഹേ ഹേ ബ്ര മുണ്ടുടുത്തൊരുങ്ങടി പെണ്ണെ തന്താനാരോ താനാരോ മുണ്ടകൻ പാടത്തിറങ്ങടി പെണ്ണെ തന്താനാരോ താനാരോ തനതാന തന്നിന തമര മോതിരമയിലോ കുഞ്ഞിക്കൂങ്ങേ ആ മരന്തോടമയിലോട കുഞ്ഞിക്കൂങ്ങേ അരികറുക ചെറുകുറുക ജീരക ചെമ്പക വിത്തലം കുടി പാകിയേ അരികറുക ചെറുകുറുക ജീരക ചെമ്പക വിത്തലം കുടി പാകിയേ ഹോയ് അരികറുക ചെറുകുറുക ജീരക ചെമ്പക വിത്തലം കുടി പാകിയേ അരികറുക ചെറുകുറുക ജീരക ചെമ്പക വിത്തലം കുടി പാകിയേ പറിക്കുന്നേ ഞാറു പറിക്കുന്നേ മുടി ഞാറും കെട്ടിയെറിയുന്നേ പറിക്കുന്നേ ഞാറു പറിക്കുന്നേ മുടി ഞാറും കെട്ടിയെറിയുന്നേ തന്തിന ദിന തന്തിന ദിന തന്താനോ തന തന്തിന ദിന തന്തിന ദിന തന്താനോ തന്തിന ദിന തന്തിന ദിന തന്താനോ തന തന്തിന ദിന തന്തിന ദിന തന്താനോ ആമ്പക ചാലിച്ചെന്നതേം താര ആമ്പലിഞ്ഞാറെടുത്തതേം താര ആമ്പലിഞ്ഞാറെടുത്തതേം താര ഏഴായി ചിന്തുന്നുണ്ടതേം താര വട്ടിക്ക് പൊന്നെടുത്തതേം താര വട്ടിയും നെയ്യുന്നുണ്ടതേം താര വട്ടിക്ക് പൊന്നെടുത്തതേം താര വട്ടിയും നെയ്യുന്നുണ്ടതേം താര താദിനന്ദം താദിനന്ദം തന്താനോ തന താദിനന്ദം താദിനന്ദം തന്താനോ താദിനന്ദം താദിനന്ദം തന്താനോ തനതാദിനന്ദം താദിനന്ദം തന്താനോ ഇതിനെന്തു തരട്ടടി തളിരു വെള്ളാട്യ എന്തു തരട്ടടി തളിരു വെള്ളാട്യ എന്തു തരട്ടടി തളിരു വെള്ളാട്യ എന്തു തരട്ടടി തളിരു വെള്ളാട്യ ചമതരട്ടടി തളിരു വെള്ളാട്യ ചമതരട്ടടി തളിരു വെള്ളാട്യ എന്തു തരട്ടടി തളിരു വെള്ളാട്യ എന്തു തരട്ടടി തളിരു വെള്ളാട്യ കുത്തുമ്പം ചാടുന്ന തടിയത്തിനു ബാണ്ട കുത്തുമ്പം ചാടുന്ന തടിയത്തിനു ബാണ്ട എന്തു തരട്ടടി തളിരു വെള്ളാട്യ എന്തു തരട്ടടി തളിരു വെള്ളാട്യ പയറ് തരട്ടടി തളിരു വെള്ളാട്യ പയറ് തരട്ടടി തളിരു വെള്ളാട്യ എന്തു തരട്ടടി തളിരു വെള്ളാട്യ എന്തു തരട്ടടി തളിരു വെള്ളാട്യ മറുകുമ്പം തെറിക്കുന്ന തടിയത്തിനു ബാണ്ട വറുക്കുമ്പം തെറിക്കുന്ന തടിയത്തിനു ബാണ്ട എന്തു തരട്ടടി
തളിരുബെള്ളാറ്റ എന്തു തരട്ടടി തളിരുബെള്ളാറ്റ അനക്കെന്ത് വേണോന്റെ തളിരുബെള്ളാറ്റ അനക്കെന്ത് വേണോന്റെ തളിരുബെള്ളാറ്റ അനക്കെന്ത് വേണോന്റെ തളിരുബെള്ളാറ്റ അനക്കെന്ത് വേണോന്റെ തളിരുബെള്ളാറ്റ ഏനെ കൊച്ചമ്പ്രാൻ കല്യാണം കഴിച്ചാ മതിയ കൊച്ചമ്പ്രാൻ കല്യാണം കഴിച്ചാ മതിയ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ തനതാന തന്നിന താമര മോതിരളമയിലോ കുഞ്ഞിക്കൂങ്ങേ ആ മരം തോടമയിലോട കുഞ്ഞിക്കൂങ്ങേ ഞാറു തരട്ടടി തളിരുബെള്ളാറ്റ ചീന തരട്ടടി തളിരുബെള്ളാറ്റ തവിട് തരട്ടടി തളിരുബെള്ളാറ്റ കൊച്ചമ്പ്രാന്റെ കല്യാണാറ്റ കൊച്ചമ്പ്രാന്റെ കല്യാണാറ്റ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ താനിനോ തന്താനാരോ തന്താനാരോ താനാരോ തനതാന തന്നിന താമര മോതിരളമയിലോ കുഞ്ഞിക്കൂങ്ങേ ആ മരം തോടമയിലോട കുഞ്ഞിക്കൂങ്ങേ തനതാന തന്നിന താമര മോതിരളമയിലോ കുഞ്ഞിക്കൂ